ഹായ് വെൽക്കം ടു വാച്ച് മാൻ. ഇന്ന് നിങ്ങളുടെ തമ്പനയിലൊക്കെ കണ്ട പോലെ HMT എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പെർട്ടിക്കുലർ വാച്ചാണ് HMT സാത്തി. HMT നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ പോപ്പുലർ വാച്ച് മേക്കിംഗ് ബ്രാൻഡാണ്. ഏറ്റവും ആദ്യത്തെ എനിക്കറിയാവുന്നതനുസരിച്ച് ഒരു 1 ബില്യൺ വാച്ച് സോൾഡ് ഔട്ടായ ഒരു ബ്രാൻഡാണ് HMT. ഇന്ന് അത്ര ഒരു ഒരു നല്ലൊരു ടൈമല്ല HMTക്ക്. അവർ ബിസിനസ്സൊക്കെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. എന്നാലും നമുക്ക് ഈ പെർട്ടിക്കുലർ വാച്ചിലേക്ക് കിടക്കാം. HMTയുടെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അത് പറ്റുകയാണെങ്കിൽ ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു HMT സാത്തി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വാച്ചാണ്. നിങ്ങൾക്കിവിടെ കാണാം. ഈ ബോക്സ് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ബോക്സാണ്. ഇതിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ഫോമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു റെഡ് പ്ലാസ്റ്റിക് ബോക്സ്. ഇതാണ് അവരുടെ കൺവെൻഷണൽ ബോക്സ്. അവസാനമായിട്ട് ഒരു പ്രൊഡക്ഷനിൽ എല്ലാ വാച്ചും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഈ പെർട്ടിക്കുലർ ബോക്സിലാണ്. പിന്നെ ഞാൻ ഈ വാച്ച് വാങ്ങിച്ചത് ഏകദേശം ഒരു 5,000 റുപ്പീസിനാണ്. അവസാനമായിട്ട് ഈ വാച്ച് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ സംവെയർ അറൗണ്ട് 6,500 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഞാനിത് വാങ്ങിച്ചത് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്നാണ്. HMT വാച്ച് എന്തൂസിയസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ്, HWE. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതാണ് വാച്ച്. നിങ്ങൾക്ക് കാണാം, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഡയലുള്ള ഒരു വാച്ചാണ്. ഇതിൽ വന്നിട്ട് ബ്രിഗേൻ ന്യൂമറൽസ് ആയിട്ട് എല്ലാം കറക്റ്റായിട്ട് 12, 1, 2, 3 എല്ലാ ന്യൂമറൽസും കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണാം, ഈ ബ്ലാക്ക് ഡയലിൽ തന്നെ HMT ബ്രാൻഡിങ് സാത്തി എന്ന് പറയുന്ന പേര് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിൽ പാരാഷോക്ക് 17 ജ്വൽസ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഒരു 0231 എന്ന് പറയുന്ന ഒരു HMTയുടെ ഒരു മൂവ്മെൻറ്റാണ്. 17 ജ്വൽസ് ഉള്ളൊരു മാനുവൽ ഹാൻഡ് വൗണ്ട് മൂവ്മെൻറ്റ്. അപ്പോൾ എന്താണ് മാനുവൽ വൈൻഡിങ് വാച്ച്, എന്താണ് ഓട്ടോമാറ്റിക് വാച്ച്, എന്താണ് ക്വാർട്സ് വാച്ച്, അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർട്ടിക്കുലർ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡ്സാണ്. ഇതിൻ്റെ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും സെക്കൻഡ്സ് ഹാൻഡും. നിങ്ങൾക്ക് കാണാം, ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഒരു കൈൻഡ് ഓഫ് ഒരു സ്കെലിറ്റനൈസ്ഡ് ഹാൻഡ്സാണ്. വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നേരിട്ട് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ്സ് ഹാൻഡ്സ് വന്നിട്ട് ഒരു റെഡ് സെക്കൻഡ്സ് ഹാൻഡ്സാണ്. അതും നല്ല രീതിയിൽ ഈ ഡയലിൽ കാണാൻ പറ്റുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡയലാണ്. പിന്നെ HMTയുടെ പണ്ടത്തെ HMTയുടെ ഒക്കെ പോലെ തന്നെ ഇതിനൊരു ഡോംഡ് ക്രിസ്റ്റലാണ് അവർ കൊടുത്തതാണ്. ഈ ക്രിസ്റ്റൽ വന്നിട്ട് ഒരു അക്രിലിക് ക്രിസ്റ്റലാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാച്ചുകളിലൊക്കെ സഫയർ ക്രിസ്റ്റലാണ്. അത് ഒട്ടും തന്നെ സ്ക്രാച്ചസ് ഇതൊന്നും വരില്ല. പക്ഷേ ഈ അക്രിലിക് ക്രിസ്റ്റൽസിൽ ഒത്തിരി സ്ക്രാച്ചസ് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഡയമെൻഷൻസിലേക്ക് കിടക്കാം. ഇതിൻ്റെ കേസ് ഡയമീറ്റർ വന്നിട്ട് 35 mm ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ലെഗ് ടു ലെഗ് വന്നിട്ട് സംവെയർ അറൗണ്ട് 38-39 ആണ്. പിന്നെ ഇതിൻ്റെ ലെഗ് വിഡ്ത്ത് വന്നിട്ട് ഒരു 18 mm ആണ്. പിന്നെ ഇതിൻ്റെ തിക്നെസ്സിലേക്ക് വരികയാണെങ്കിൽ ഇത് മാനുവൽ വൗണ്ട് വാച്ച് ആയതുകൊണ്ട് വളരെ തിന്നായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ഇതിന് ഏകദേശം ഒരു 10.5-11 mm ആണ് ഇതിന് തിക്നെസ് വരണുള്ളൂ. പിന്നെ എപ്പോഴും കാണുന്ന പോലെ ഇതിൻ്റെ ബ്രേസ്ലെറ്റ് വന്നിട്ട് HMTയുടെ സാധാ ഒരു ബ്രേസ്ലെറ്റാണ്. ഒരു നല്ലൊരു ഫോൾഡഡ് ബ്രേസ്ലെറ്റാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൾഡഡ് ബ്രേസ്ലെറ്റിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹെയർ പുള്ളിങ് ഒത്തിരി ഉണ്ടാവും. അത്യാവശ്യം റിസ്റ്റിൽ ഹെയർ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അത്യാവശ്യം ഹെയർ പുള്ളിങ് ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മാനുവൽ വൗണ്ട് വാച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിന് ഇങ്ങനെ കീ കൊടുക്കണം. ഒരു 20-30 ടൈംസ് ഈ കീ റൊട്ടേറ്റ് ചെയ്യണം ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് റൺ ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാനൊരു 5-6 ടൈംസ് കീ കൊടുത്തപ്പോൾ തന്നെ ഈ വാച്ച് കിക്ക് സ്റ്റാർട്ടായി. വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ മൂവ്മെൻറ്റാണ് 0231 എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള മൂവ്മെൻറ്റ്. അതൊരു സിറ്റിസൺ ബേസ്ഡ് മൂവ്മെൻറ്റിനെ HMT എടുത്തിട്ട് HMTയുടെ രീതിയിൽ അതിനെ മേക്ക് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെർട്ടിക്കുലർ മൂവ്മെൻറ്റാണ് 0231 എന്നുള്ളത്. അപ്പോൾ അതാണ് വാച്ചിൻ്റെ കേസ് ബാക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് HMTയുടെ പുതിയ കേസ് ബാക്ക്. ഇവിടെ HMT ഇന്ത്യ 0120 മോസ്റ്റ്ലി മേക്ക് മന്തും മേക്ക് ഇയറും ആണ്. ഫസ്റ്റ് മന്ത് ഓഫ് 2020 മെയ്ഡ് ചെയ്ത് ആവാനാണ് ചാൻസ്. പിന്നെ ഇതിൽ എഴുതിയത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ, വാട്ടർ റെസിസ്റ്റൻറ്റ്, ഷോക്ക് പ്രൂഫ്.
ഇനി വാട്ടർ റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ HMT നിങ്ങൾക്കറിയാം വാട്ടർ റെസിസ്റ്റൻസിൽ അത്ര ഒരു മികച്ചൊരു പെർഫോമൻസ് അല്ല ഇപ്പോഴും തരാറ്. എന്നിരുന്നാലും ഒരു 3 bar വാട്ടർ റെസിസ്റ്റൻസ്, അതായത് ജസ്റ്റ് ഒരു സ്പ്ലാഷ് പ്രൂഫ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റെയിൻ റെസിസ്റ്റൻ്റ് അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾക്കിത് ഒരിക്കലും ഇതിട്ടിട്ട് ഒരു സ്വിമ്മിങ്ങിനോ ഇതിനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് HMT വാച്ച് വാങ്ങുമ്പോൾ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡ്സും ക്രിസ്റ്റലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഈ സെക്കൻഡ്സ് ഹാൻഡിൻ്റെയും മിനിറ്റ് ഹാൻഡിൻ്റെയും ഒക്കെ എൻഡ് അവർ ഡയലിനനുസരിച്ച് തന്നെ ഒരു ചെറിയ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡിസൈനിന് വളരെ നന്നായിട്ട് തന്നെ നേരിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അതായത് ഹാൻഡ്സ് വന്നിട്ട് ഈ ഡയലിൻ്റെ എൻഡിനോട് ചേരുന്നതോറും ഒരു ചെറിയൊരു കർവേച്ചർ ഉണ്ട് ഹാൻഡ്സിന്. അത് നല്ലൊരു രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ വാച്ച് ഇൻസ്പിറേഷൻ എനിക്ക് തോന്നുന്നത് ബൗഹൗസ് വാച്ചസ് എന്ന് പറഞ്ഞ് ജർമ്മനിയിൽ ഒത്തിരി അധികം മിനിമലിസ്റ്റ് വാച്ചസ് ഉണ്ട്, യുങ് ഹാൻസ്, നോമോസ്, അതൊക്കെ അതായിട്ട് വളരെ വളരെ സാമ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓവറോൾ എനിക്ക് പറയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാച്ച് ഈ പെർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിന് ഇങ്ങനെ ഒരു മാനുവൽ വൗണ്ട് വാച്ച് എനിക്ക് തോന്നാറില്ല വേറെ ഒറ്റ കമ്പനിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന്. കറൻ്റ്ലി HMT മാനുവൽ വൗണ്ട് വാച്ചസൊക്കെ പ്രൊഡക്ഷനൊക്കെ ഒത്തിരി കുറച്ചു ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അവർ മാനുവൽ വൈൻഡിങ് വാച്ചസൊക്കെ പ്രൊഡക്ഷൻ നിർത്തി ഇനി ബാക്കിയുള്ള കുറച്ച് മൂമെൻറ്റ്സ് മാത്രം അവർ കിട്ടുന്ന കേസും ഇതൊക്കെ വെച്ച് സെയിൽ നടത്തുമെന്നുള്ളൂ. അതർവൈസ് അവർ ഫുള്ളി ഫോക്കസിങ് ഓൺ ക്വാർട്സ് വാച്ച് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാച്ച്. അപ്പോൾ അതാണ് ഈ ഇന്നത്തെ HMT ഈ പെർട്ടിക്കുലർ വാച്ചിനെ കുറിച്ചുള്ള ഒരു ചെറിയ റിവ്യൂ. ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു റിസ്റ്റ് ഷോട്ട് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് ഒരു പുതിയൊരു ബ്രേസ്ലെറ്റ് സ്റ്റൈലൊന്നല്ല, വളരെ പഴയ ഒരു ഓൾഡ് ഡിസൈനാണ്. ഇവിടെ ഒരു ഡബിൾ ലോക്ക് ക്ലാസ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു റിസ്റ്റ് ഷോട്ട് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി എൻ്റെ ക്ലാസ്പൊക്കെ എൻ്റെ റിസ്റ്റ് സൈസിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഇതൊരു ഡബിൾ ലോക്ക് മെക്കാനിസമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് പുഷ് ഡൗൺ, പിന്നെ ഇവിടെയും ഒരു പുഷ് ഡൗൺ ഉണ്ട്. ഇത് കാണാമല്ലോ, പുഷ് ഡൗൺ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ റിസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ നേരിട്ട് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡയലാണ്. എനിക്ക് തോന്നുന്നത് HMT സാത്തി വളരെ ഒരു അണ്ടർ റേറ്റഡ് വാച്ചായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തതാണ്. കാരണം എല്ലാവരും HMT ജനത, HMT കോഹിനൂറിൻ്റെ ബാക്കിൽ കൂടെ പോകുമ്പോൾ HMT സാത്തി ഒരു അണ്ടർ റേറ്റഡ് വാച്ചായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും വളരെയധികം വാച്ച് റിവ്യൂസും വാച്ച് ബിൽഡ്സും വാച്ച് അസംബ്ലിയും ഒക്കെ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, പീസ്.